മോളെ നേരെ വരെയായിട്ട് എണീറ്റില്ലേ? എന്താ അതെ, ഇന്ന് സ്വർഗവാതിലേകാശിയാണ്. സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വർഗത്തേക്ക് ഇറങ്ങി പോകല്ലേ? ഒരു കഷ്ടം മനുഷ്യനെ രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ല. സമയം എത്രയെന്ന് വെച്ചിട്ടാ? നിങ്ങൾക്കെന്താ 11 ഇതുവരെ എണീറ്റിട്ട് കുളിച്ചിട്ടില്ലേ? വീടിന് വല്ല ഐശ്വര്യം ഉണ്ടാവോ? എല്ലാ ഏകാദശിക്കും പോയിട്ട് എന്തോ ഉണ്ടാക്കി നിങ്ങള്? ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമല്ലേ ഈ വീടായത്. പിന്നെ എന്റെ ആങ്ങളെ വേണ്ടി വന്ന് നിങ്ങളുടെ പോലെ നല്ലൊരു ജോലി കിട്ടെ. അങ്ങനെയൊന്നും പറയല്ല മോളെ. നമ്മളുടെ അമ്മ ഇങ്ങനെ ഏകാദശികളൊക്കെ നോക്കിയ ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ വീട് മുന്നോട്ട് പോണത്. ഓ, എന്നും രാവിലെ ഗുരുവായൂരപ്പൻ കഥ തുറക്കൊണ്ട് തരുന്നുണ്ടല്ലോ. ഒന്ന് കേറി പോതല്ലേ മനുഷ്യനെ. അമ്പലത്തിൽ പോയിട്ട് വേഗം തന്നെ വരാം. അമ്പലത്തിൽ പോകാനോ? ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ള തിന്നാൻ കുടിക്കൊന്നും വേണ്ടേ? രാവിലെ ഇറങ്ങി അമ്പലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ കഴിക്കുന്നത്? എന്തുണ്ടാക്കി നിങ്ങള്? ഞാനേ ചോറും കടലക്കറിയും വെച്ചിട്ടുണ്ട്, പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിന്നാ മതി. എനിക്ക് ഇന്ന് രാവിലെ ഇടിയപ്പം വേണം. ഇടിയപ്പം മുട്ടക്കറി പോയി ഉണ്ടാക്കുക. എടി പൊന്നു മോളെ, ഞാൻ അമ്മ പുട്ടും പഴവും പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, അത് നിങ്ങളങ്ങ് തിന്നെ. എനിക്ക് ഇടിയപ്പം മുട്ടക്കറിയും തന്നെ വേണം. പോയി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കിക്കോ. നല്ലൊരു ഹിന്ദുക്കളുടെ കുടുംബത്തിൽ നിന്ന് മുട്ട മീൻ ഇറച്ചി ഒന്നും തിന്നില്ല. പിന്നെ ഏകാശി നിങ്ങൾ തിന്നണ്ട, എനിക്ക് വേണം. കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോ. എന്റെ കണ്ണാന് ഗുരുവായൂർ ഏകാശിയായിട്ട് സ്വർഗവാതിൽ ഏകാശിയായിട്ട് എനിക്കൊന്നും വരാൻ പറ്റാണ്ടായല്ലോ കണ്ണ. എങ്ങനെയൊന്ന് വരിക ഇവളോട്? ഞാൻ ഇനി എന്താ പറയാ? എനിക്ക് വയ്യ എന്റെ കണ്ണ. തെറ്റാണെങ്കിൽ പൊറുക്കണേ ഭഗവാനെ. ഓ, നീ ഭഗവാനോട് പറഞ്ഞിട്ട് തന്നെ ഓടലോടെ മോളോട്ട് എടുക്കാനായിരിക്കും മതി പറഞ്ഞത്. പോയി അടുക്കളേക്ക് ഇറങ്ങാൻ നോക്കും. എൻ്റെ മോളെ ഒന്ന് നീ ആലോചിക്കടി. എന്നെ ഒന്ന് വിടടി അമ്പലത്തിലേക്ക്. ദൈവകോപം കിട്ടൂടി. അല്ലെങ്കിൽ ആ കോപം ഞാനങ്ങ് സ്വീകരിച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് ചോദിച്ചു എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സ്വർഗത്തിലേക്ക് സ്വർഗത്തിലെത്തണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടുക്കളേക്ക് ഇറക്കോ.